ലേവ്യ പുസ്തകം അധ്യായം 17. രക്തത്തിൻ്റെ വിശുദ്ധി. പ്രിയ സഹോദരങ്ങളെ, ഇന്നത്തെ ധ്യാനം ലേവ്യ പുസ്തകം അധ്യായം 17 ആധാരമാക്കിയാണ്. ഈ അധ്യായത്തിൽ ദൈവം യാഗങ്ങളെക്കുറിച്ചും രക്തത്തിൻ്റെ വിശുദ്ധിയെക്കുറിച്ചും പ്രധാനപ്പെട്ട ഉപദേശങ്ങൾ നൽകുന്നു. ഇസ്രായേൽ ജനങ്ങൾ ഏതെങ്കിലും മൃഗത്തെ അറുക്കുമ്പോൾ അത് ദൈവസന്നിധിയിൽ കൊണ്ടുവന്ന് യാഗമായി അർപ്പിക്കണം എന്ന് ദൈവം കൽപ്പിക്കുന്നു. സ്വമേധയ എവിടെയും അറുക്കുന്നത് അനുവദനീയമല്ല. കാരണം ചിലർ വ്യാജ ദേവന്മാർക്ക് യാഗം അർപ്പിക്കുന്നതിനുള്ള അപകടം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ദൈവം തൻ്റെ ജനത്തെ ശരിയായ ആരാധനയിലേക്ക് നയിക്കുന്നു. ഈ അധ്യായത്തിലെ പ്രധാന വചനം ജീവൻ രക്തത്തിൽ ഇരിക്കുന്നു. അതുകൊണ്ടാണ് രക്തം ഭക്ഷിക്കരുതെന്ന് ദൈവം കർശനമായി കൽപ്പിക്കുന്നത്. രക്തം യാഗത്തിനായി തന്നെയാണ് നൽകപ്പെട്ടത്, പാപപരിഹാരത്തിനായി. ഇതിൻ്റെ ആത്മീയ സന്ദേശം വളരെ ശക്തമാണ്. ജീവൻ ദൈവത്തിൽ നിന്നുള്ളതാണ്. രക്തം പാപപരിഹാരത്തിൻ്റെ അടയാളമാണ്. പുതിയ നിയമത്തിൽ ഈ സത്യത്തിൻ്റെ പൂർണ്ണതയെ നമ്മൾ ക്രിസ്തുവിൽ കാണുന്നു. അവൻ്റെ രക്തം നമ്മുടെ പാപങ്ങൾക്കായി ചൊരിഞ്ഞതാണ്. അവൻ്റെ രക്തം നമ്മെ ശുദ്ധീകരിക്കുകയും ദൈവത്തോടുള്ള ബന്ധം പുനഃസ്ഥാപിക്കുകയും ചെയ്യുന്നു. പ്രിയരെ, ദൈവം നൽകിയ ജീവനെ നാം വിശുദ്ധമായി കാണണം. നമ്മുടെ ആരാധനയും ജീവിതവും ദൈവത്തിന് പ്രസാദകരമായിരിക്കണം. ഇന്ന് നമ്മൾ ചോദിക്കേണ്ട ചോദ്യം, നാം ദൈവത്തിൻ്റെ വിശുദ്ധതയെ മാനിക്കുന്നുണ്ടോ? നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാം: ദൈവമേ, ഞങ്ങളെ അവിടുത്തെ സത്യത്തിൽ നിലനിർത്തി വിശുദ്ധ ജീവിതത്തിലേക്ക് നയിക്കണമേ. ആമേൻ. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.